Hello. Welcome to market discussion of the day. Today, February 18, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് എല്ലാ ദിവസവും പറയാനുള്ള ഒരു റിമൈൻഡറാണ്. ഇന്നലെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വൈകുന്നേരം 7:30 മണിക്കും 10 മണിക്കുമായിട്ടായിരിക്കും നമ്മുടെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് വേറെ ഒരു ന്യൂസുകളും ഇല്ല. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു സീസ്ഫയറിൽ ഒരു പീസ് ടോക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് ഡൊണാൾഡ് ട്രംപും അതേപോലെ റഷ്യൻ പ്രൈം മിനിസ്റ്ററും സൗദി അറേബ്യയിൽ മീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ആ ഒരു മീറ്റിങ്ങിനകത്ത് എന്താണ് ഡിസിഷൻ വരുന്നത്? യുക്രൈൻ ഇല്ലാതെയാണ് ആ ഒരു ഡിസിഷൻ നടക്കുന്നത്, ആ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പം അതായത് US-ഉം റഷ്യയും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം ആ ധാരണ ഉക്രൈനിൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഉക്രൈൻ്റെ അടുത്ത് അത് പറഞ്ഞ് ഉക്രൈൻ ഓക്കെ ആക്കണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് കറക്റ്റായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഉക്രൈൻ ഇല്ല ആ ഒരു മീറ്റിങ്ങിൽ. ഓക്കെ, സോ അവരൊരു കാര്യം തീരുമാനിച്ചതിന് ശേഷം ഉക്രൈനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കാം, അറിയില്ല. സോ അങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ആഴ്ച തന്നെ റഷ്യ ഉക്രൈൻ വാറിനകത്തൊരു ഡിസിഷൻ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് ഭയങ്കരമായ അപ് ട്രെൻഡ് ആണെങ്കിലും ഒരു കാരണവശാലും നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാതെ ഗോൾഡിൽ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. സോ ഫസ്റ്റിൽ തന്നെ ഞാൻ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2911 എന്ന് പറയുന്ന റേഞ്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇറക്കിയിരിക്കുന്ന പല പ്രസ്താവനകൾ വെച്ചിട്ട് തന്നെ ഗോൾഡ് അപ് ട്രെൻഡ് 2980 വരെയെങ്കിലും മിനിമം പോകാനുള്ള എല്ലാ സ്ട്രെങ്തും ഗോൾഡിന് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 2915 ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 2915 ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് നമ്മളിവിടെ കണ്ടതാണല്ലേ. ഇവിടെ വെച്ച് വീണ്ടും ഇവിടെ വെച്ചിട്ടെല്ലാം മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 2930 ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് 2942 വരെ പോകാൻ 40 വരെയൊക്കെ പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് ഇന്നത്തെ ദിവസം. ഒരു ആവറേജ് മാർക്കറ്റ് മൂവ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് 2940 ഒക്കെ പോകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ മുകളിലോട്ടൊക്കെ നാളെയോ മറ്റന്നാളോ ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 60 മുകളിൽ 80 വരെ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ആണ് ഗോൾഡ് തുറന്നിട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ ബൈ സൈഡിൽ നിൽക്കുക. മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് താഴെ കിട്ടിയാൽ 2900 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുക ധൈര്യമായിട്ട്. ഈവൻ 2907 908 ആ റേഞ്ചിലൊക്കെ കിട്ടിയാൽ പോലും ബൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ 2910 ഒരു ചെറിയൊരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് പോവാം എന്നുള്ളതാണ് ഗോൾഡിലുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 151.945 എന്ന് പറയുന്ന റേഞ്ചിലാണ് JPY ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് JPYയിലെ എന്താ പറയുക, ഇന്നലെ നമ്മൾ റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 151 to 154 ആയിരിക്കും റേഞ്ച് എന്ന്. മാർക്കറ്റ് പോയത് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടോ? 151 സം ചേഞ്ചസ് അല്ലേ. സോ 151 ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഓക്കെ, സോ നമുക്ക് ഇനി റീട്രേസ് ചെയ്ത് 151 മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം 9 മണിക്കുള്ള ക്യാൻഡിൽ 152 വേണമെങ്കിലും ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ, അതായത് ഏഷ്യ ക്ലോസിംഗ് ഉള്ള ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് 152 താഴെയായിട്ടാണ്. അതുകൊണ്ടിട്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി റീട്രേസ് ചെയ്ത് 151 പോയാൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അങ്ങനെ ഈ ആഴ്ചത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 154 വരെയാണ് JPY പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അതും കൂടെ മനസ്സിൽ വെക്കുക. ഒരു മേജർ സപ്പോർട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 മേജറായിട്ട് JPYയിലൊരു റെസിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ,
സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകുമ്പം യൂറോ നിൽക്കുന്നത് 1.04585. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന 1.05 ആയിരിക്കും അല്ലേ. അവിടെ 2 വട്ടം മാർക്കറ്റ് വന്ന് തട്ടി അവിടുന്ന് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് യൂറോയിൽ കണ്ടത്. ഓക്കെ, സോ യൂറോ മുകളിലോട്ട് പോകാനുള്ള പ്രോഡക്റ്റാണ്. മിനിമം അടുത്തൊരു 3 മാസം, അതായത് റഷ്യ ഉക്രൈൻ വാർ, സീസ് ഫയർ, പീസ് ടോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 1000 പിപ്പൊക്കെ മിനിമം യൂറോ സഞ്ചരിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ യൂറോ എല്ലാ ഡൗൺ പോയിൻറ്റും നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സെല്ല് തൽക്കാലം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 1.0400 കിട്ടുകയാണെങ്കിൽ നല്ല ലോട്ട് എടുത്ത് ബൈ ചെയ്ത് ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ 1.0500 മുകളിലായിട്ട് നമുക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലും അവിടെ നിന്നും നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY എന്താ പറയുക, അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡ് തന്നെയാണല്ലേ JPY എപ്പോഴും പറയാറുള്ള കാര്യം. അപ്പം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി നമുക്ക് ഇനിയിപ്പം 1.26100 നിൽക്കുകയാണ്. ഇപ്പം നമുക്കൊരു ബൈ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം 9 മണിക്കുള്ള ഒരൊറ്റ ക്യാൻഡിൽ മാത്രമേ 1.26 മുകളിലായിട്ട് കടന്നിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ യൂറോപ്പ് ഓപ്പണിംഗ് സമയത്ത് ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 1.2597 ആണ്. അപ്പം ഒറ്റ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവിടെ നിന്ന് ബൈ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് താഴെ വന്നാൽ 1.2500 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഇതിനകത്താണ് നമ്മുടെ GBPക്കകത്ത്. ഓക്കെ, സോ അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അടുത്ത മാർക്കറ്റ് ഓപ്പണിംഗ്, അപ്പോൾ ഈ US മാർക്കറ്റ് ഓപ്പണിംഗ് അതായത് ഇന്ത്യൻ ടൈം 6:30 മണി, ഇവിടുത്തെ 1:30 മണി, UK 1:30 മണി, ആ സമയത്തും 1.2600 മുകളിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്തുകൊണ്ട് GBP തുടങ്ങാം എന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഈ ആഴ്ച ഭയങ്കര ക്രൂഷ്യലായിട്ടൊരു വീക്കാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുമ്പം ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.